ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെ നമുക്ക് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് A4 സൈസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. ഇവിടെ ഞാൻ കാണിക്കുന്ന A4 സൈസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ക്രാഫ്റ്റ് പേപ്പർ കൂടുതലായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് നോക്കിയാൽ A4 സൈസിലുള്ളതാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ A3 സൈസ് അല്ലെങ്കിൽ അതിൽ വലിയ സൈസ് ഉള്ളത് റെയർ ആയിട്ടാണ്. എല്ലാ കളേഴ്സും ചിലപ്പോൾ കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ A4 സൈസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കുന്നത്. അപ്പം ഇതൊരു A4 സൈസ് പേപ്പറാണ്. അപ്പം അതിൽ ഇതുപോലെ 11.5 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിൽ നിന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു 1.5 സെൻറ്റിമീറ്ററും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ. പിന്നെ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഹൈറ്റ് 17 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന ഈ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സൈസാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി വലിയൊരു കാർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു മെഷർമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു മെഷർമെൻറ്റാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ സൈസ് വലിയത് ചെയ്ത് കൊടുക്കുക. നമുക്ക് A4 സൈസ് പേപ്പറിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ നമ്മുടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്രാഫ്റ്റ് പേപ്പർ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലേഡ് വെച്ച് വരച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് A4 സൈസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവിറ്റേഷൻ കാർഡിന് ഇവിടെ 17 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്ട്രാ പോർഷൻ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആ 11.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ആ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു 8.5 സെൻറ്റി, അതായത് 17 സെൻറ്റിമീറ്റർ ആ ഹൈറ്റിലുള്ള പകുതി, അതായത് 8.5 സെൻറ്റിമീറ്റർ പോർഷനിൽ അവിടുന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു 1.5 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തുനിന്ന് ഇതുപോലൊരു ലൈൻസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോർഷന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഒരു പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു ബേസിക് ആയിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പോക്കറ്റ് ചെയ്ത് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു എക്സ്ട്രാ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ A4 സൈസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പോക്കറ്റ് ചെയ്യാൻ എക്സ്ട്രാ പേപ്പർ എടുക്കണം. അതല്ല A3 സൈസിലുള്ളൊക്കെ പേപ്പർ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ മൊത്തമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് A3 കിട്ടുന്നില്ല എങ്കിലുള്ള കേസിലാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്. അപ്പം ഇതിൽ ഞാൻ ഒരു 0.5 സെൻറ്റിമീറ്റർ 3 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ടൊന്നും മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെ സൈഡിലായിട്ട് നമ്മൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തിന്ന് ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോർമലി ഇതുപോലെ ഒരുപാട് വീതിയുള്ള ടേപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ബ്ലേഡ് വെച്ച് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പോർഷൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. പെട്ടെന്ന് ഒരു ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് തീരെയില്ല. പിന്നെ ഇതുപോലെ ചെറിയ പോർഷനൊക്കെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ ചെറുത് ചിലപ്പോൾ നമ്മളടുത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ വലിയതിൽ നിന്ന് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് നിങ്ങൾക്കിപ്പം ഒരു 300 GSM എബോവ് ഒക്കെ ഉള്ള കട്ടിയുള്ള ക്രാഫ്റ്റ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ആവില്ല. അത് വൈറ്റ് ഗ്ലൂ തന്നെ യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഒരു 170 GSM പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റിക്കാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തായാലും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ അതവിടെ സ്റ്റിക്കായിട്ട് നമുക്ക് ഫിക്സ് ആയിട്ട് കിടക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരും അത്രയും കട്ടിയുള്ള പേപ്പർ ആകുമ്പോൾ. അപ്പം ഇതിൽ ഞാനിതപ്പോൾ ഒരു വി പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത്
ചെയ്തെടുത്തിട്ടുണ്ട്, സെൻറ്റർ മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ആണ് ഒരു വി പോർഷൻ ഹൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വിചാരിച്ചാൽ ആ ഒരു ഹൈറ്റിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത സമയത്ത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കുറച്ച് കട്ടാവാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് നന്നായിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് A3 ആർട്ട് പേപ്പർ 300 GSM A3 സൈസിലുള്ള 300 GSM തിക്നെസ് വരുന്ന ആർട്ട് പേപ്പറിലാണ് ഇത് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഇതിൽ ചെറിയ ആ ഒരു സേവ് ദി ഡേറ്റ് എന്ന് പറയുന്ന പ്രാവശ്യം കുറച്ച് വലുതായി പോയിട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ പിന്നെയും ഞാൻ പ്രിൻ്റ് എടുത്തതാണ്, ഇതിൽ കാണുന്ന വീണ്ടും പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. അപ്പം ഇതിനി നമുക്ക് ഒരു പോർഷൻ ഞാൻ ഈ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, മറ്റേതിൽ സ്റ്റിക്ക് ചെയ്യാല്ല ആ ഒരു പോക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 എണ്ണത്തിൻ്റെ. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ ക്യാൻവയിൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്താ ചോദിച്ചാൽ ഇത് ഇൻവിറ്റേഷൻ കാർഡ് പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് ഒരു ഏകദേശം നമ്മൾ ഓൾറെഡി ഒരുപാട് കാർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു അളവ് നോക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് A4 പേപ്പറിൽ അത് സെറ്റ് ആവുന്നുണ്ടോ നോക്കിയതിന് ശേഷം ഒരു പ്രിൻ്റ് എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ അത് വെച്ച് ബാക്കി ചെയ്യുന്ന വർക്കൊക്കെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് വേണ്ടി ചെയ്യുന്ന വർക്കൊക്കെ ആ ഒരു സൈസിൽ പ്രിൻ്റ് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കാർഡ് ഈ ഒരു പോക്കറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇനി ഞാൻ ഇതിൽ നമുക്കൊന്ന് റിബണ് വെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ പിന്നെ ഒരു ടാഗ് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളൊരു ടാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൽ റിബൺ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷിഫോൺ ടൈപ്പ് റിബണാണ്. ഈ ഒരു റിബൺ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി വരുന്ന റിബണാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രീമിയം ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡിനാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റിബണിൻ്റെ കൂടെ നമുക്കൊരു ടാഗും കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളിതുപോലെ ഇൻവിറ്റേഷൻ കാർഡ് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പോക്കറ്റ് ടൈപ്പ് ഇൻവിറ്റേഷൻ കാർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.